ഹായ്, അതിരടി ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ മുതൽ കാത്തിരിക്കുകയാണ്. 5 മണിക്ക് വരും, പിന്നെ 7 മണിക്ക് വരും, പിന്നെ 9 മണിക്ക് വരും, പിന്നെ 11 മണിക്ക് വരെ പറഞ്ഞു കേട്ടു. പക്ഷെ എവിടെയും വന്നില്ല. അവസാനം ഇതിന്റെ കമന്റ്സിൽ കിടക്കുന്ന പോലെ എടുക്കുമ്പോൾ തന്നെയുള്ള കമന്റ് അതാ കാണുന്നത്. അത് കേരള CM വരുന്നതിന് മുമ്പ് അതിരടി ട്രെയിലർ വന്നു, കൃതാർത്ഥനായി എന്നൊക്കെ. അപ്പോ 1 മിനിറ്റ് 59 സെക്കൻഡ്, അതായത് 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ട്രെയിലറാണ് വന്നിട്ടുള്ളത്. അതിരടി ഒഫീഷ്യൽ ട്രെയിലർ. ടൊവിനോ തോമസ്, ബേസിൽ തോമസ്, അരുൺ അനിരുദ്ധൻ, പിന്നെ വിഷ്ണു വിജയ്, ഇങ്ങനെ കുറെ ആൾക്കാരാണ്. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. ഓഫ്കോഴ്സ് അതിന്റെ പ്രധാന കാരണം നമ്മുടെ ബേസിലും ടൊവിനോ തോമസ് തന്നെയാണ്. ദെൻ മിന്നൽ മുരളിയുടെ കോ റൈറ്റർ എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. നമുക്ക് കണ്ടുനോക്കാം എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്. റെഡി ആദ്യം കേട്ടെ. വാടക പറഞ്ഞ കാലം കഴിഞ്ഞു. ഇനി കേപ്പബിലിറ്റിയുടെ വരാം. 2 വർഷമായിട്ട് മുടങ്ങി കിടക്കുന്ന ആരോ ഇൻവെസ്റ്റ് ഞാൻ ഏറ്റെടുത്ത് നടത്തിയാൽ എന്റെ കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലാവും. മുടങ്ങി കിടക്കുന്ന ഫെസ്റ്റ് എടുത്താൽ നീ ആര്? ജഗന്നാഥൻ. നീ കാണുമ്പോഴൊക്കെ ഈ മുറി പിടിച്ചു തന്നാ മതി. ഈ ഫെസ്റ്റ് നടന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ. ക്ലാസ് കട്ട് ചെയ്യാം, സ്പോൺസേഴ്സിനെ പഠിക്കാൻ കറങ്ങി നടക്കാം. ഈ ഫെസ്റ്റിന് വേണ്ടി സ്വന്തം പഠനം പോലും മാറ്റി വെച്ച് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് സാൻകുട്ടിയാണ്. അയാളൊരു ഭാഗവത എന്തോ അല്ലേ? തോട്ടെറിഞ്ഞ് നടന്നുകൊണ്ടിരുന്നവരിപ്പോ നരലിലെ വേലായുധനെ പോലെ ചരടും കെട്ടി കുടുംബം കുട്ടിയായിട്ട് പാട്ടിന്റെ വഴിയെ പൊക്കോണ്ടിരിക്കുന്നു. പക്ഷെ അനിയ വില്ലന്മാർക്ക് കയ്യടി കിട്ടുന്ന കാലമാണ്. തോണ്ടിപ്പിച്ച് കളിക്കേണ്ട ആളാണോ അവൻ? ക്രിമിനലാണോ അവൻ? ക്രിമിനൽ. പൂമാനം പൂത്തുലഞ്ഞേ ഗാനഗുണ്ടയാണോ അവൻ? ഗാനഗുണ്ട. മിഴികൾ നനയല്ലേ. ഞാൻ കണ്ട കാലം തൊട്ട് പറയുകയാണ് അടിക്കണതല്ല മാസെന്ന്. ഉത്സവത്തിന്റെ ഭാഗമായി നമ്മളൊരു കുഞ്ഞു കലാപരിപാടി ഒരുക്കിയിട്ടുണ്ട്. പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് കൃത്യം 8 മണിക്ക് സാക്ഷാൽ തോറാണെന്ന് പറഞ്ഞത്. അമ്പല മൈതാനത്ത് വെച്ച് ഒരു അത്യുഗ്രൻ ഗാനമേള. എന്നാലും ആരുടെ ഈ സാക്ഷാൽ തോറ്? നമുക്ക് നോക്കാം. ഓക്കെ, ഒരു വെറൈറ്റി പരിപാടി പിടിച്ചിട്ടാണ് സാധനം ചെയ്തിട്ടുള്ളത്. അത് ട്രെയിലർ ഇങ്ങനെ ജസ്റ്റ് അതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കടത്തി വേറൊരു എന്റർടൈനിങ് ആക്കി പറയാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ എവിടെയും ഒരു പഞ്ചില്ലാത്ത പോലെ തോന്നലുണ്ട്. അത് സംഭവം മോശം കൊണ്ടൊന്നുമല്ല, ട്രെയിലർ ഇതിനേക്കാൾ നന്നാക്കി പറയാമായിരുന്നില്ല എന്നുള്ള. കാരണം ഇതിന് കിട്ടിയിരിക്കുന്ന ഹൈപ്പ് ഭയങ്കര, എസ്പെഷ്യലി ഇവിടെ ഇന്റർവ്യൂസിലൊക്കെ വന്നത് ഭയങ്കര ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. ഹൈപ്പ് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ടൊവിനോ ബേസിൽ ആ ഒരു സംഭവം, ആ ഒരു കെമിസ്ട്രി എങ്ങനെ ഉണ്ടാവും, അല്ല ഒരാൾ വില്ലൻ വില്ലനല്ല ഒരിക്കലും, അത് അങ്ങനെ വരാൻ ചാൻസും ഇല്ലാന്ന് തോന്നുന്നു. ബട്ട് ആ രണ്ടുപേരും വരുമ്പോൾ അവരുടെ സ്ക്രീൻ പ്രസൻസ്, അവർ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനങ്ങൾ, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങൾ, പിന്നെ ഒരു 80 to 90% കോളേജിൽ തന്നെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞു അതിലേക്ക് കടന്നു വരുന്ന കഥാപാത്രമാണ് ടൊവിനോ. അതൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു വൈബുണ്ട്. ആ വൈബിലേക്ക് എത്താത്ത പോലൊരു തോന്നൽ എന്ന് വെച്ചാൽ പടത്തിനെ ബാധിക്കുന്ന ഒന്നും പറയുന്നില്ല. കാരണം സിനിമ ഓഫ്കോഴ്സ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കുറച്ച് വലുതായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചാൽ തന്നെ നല്ല രസമുള്ള ഒരുപാട് സംഭവങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. നല്ല കോമഡി വരാനുള്ള സാധ്യത ഉണ്ട്, നല്ല ആക്ഷൻ സീക്വൻസ് വരാനുള്ള സാധ്യത ഉണ്ട്, രണ്ടുപേരും തമ്മിലുള്ള ഒരു ക്ലാഷ് നന്നായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ടൊവിനോയും കണ്ടിട്ടില്ലാത്തൊരു ബേസിലും ആ കഥാപാത്രങ്ങളുടെ ഒരു ആർക്ക് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. നമ്മുടെ ചിന്ത അത്രേ പോവുള്ളൂ. സോ ബാക്കി നമ്മൾ കണ്ടെന്നെ അറിയേണ്ടതാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ ഉള്ള കുറച്ച് സെറ്റപ്പ് ഒക്കെ വെച്ച് നമ്മുടെ ഉള്ളിലുള്ള ഒരു സംഗതി എന്താണോ അങ്ങനത്തെ ഒരു ട്രെയിലർ അല്ലാത്ത പോലെ എനിക്ക് തോന്നി. എൻ്റെ മാത്രം തോന്നലാണ്. അതിൻ്റെ അർത്ഥം അത് മോശമാണെന്നൊന്നുമല്ല, നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഒരു വേറെ സാധനമാണ് പിടിച്ചിട്ടുള്ളത്. ആ ഒരു വൈബ് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ നമ്മൾ ചിന്തിച്ച വൈബല്ല. സോ ഞാൻ പറയുന്നത് പടത്തിന് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും വിചാരിച്ച് മനസ്സിൽ ഇങ്ങനെ ആയിരിക്കുന്നു വിചാരിച്ച് പോകാതിരിക്കുക. പോയി കാണുന്ന അവർ തരുന്ന എന്താണോ അത് രസമുണ്ടോ നോക്കുക. രസം ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്യുക, രസം ഇല്ലെങ്കിൽ പോരാന്ന് പറയാ, പോരാ, അത്രേ ഉള്ളൂ. സോ 6:00 ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് പ്രീമിയർ ഷോ കഴിഞ്ഞിട്ട് ട്രെയിലർ ഇറക്കിയാൽ മതിയായിരുന്നു. അതിന് കുറച്ചുകൂടെ നല്ലത് എന്നൊരു തോന്നൽ. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, 6 കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൻ്റെ ജെനുവിൻ റിവ്യൂ
എന്താണോ എനിക്ക് തോന്നുന്നത് അത് ഇവിടെ ആ ഫാൻസുണ്ട് ഈ ഫാൻസുണ്ട് മറ്റേ ഈ പരിപാടി ഇല്ല കേട്ടോ. നമുക്ക് കുറേ ആൾക്കാർ എന്തിട്ടാലും നമ്മൾ പോസിറ്റീവ് പറഞ്ഞാൽ പറയും ഇവൻ പൈസ മേടിച്ചിട്ട് പോസിറ്റീവ് പറയണമെന്ന്, നെഗറ്റീവ് പറഞ്ഞാൽ പറയും ഇവൻ പൈസ മേടിച്ചിട്ട് മനഃപൂർവ്വം ചവിട്ടി എത്താൻ വേണ്ടി പൈസ മേടിച്ചിട്ട് നെഗറ്റീവ് പറയണമെന്ന്. സി, എൻ്റെ രാജാവ് ഞാൻ തന്നെയാണ്. എൻ്റെ പൈസ ഒരുത്തരും തരില്ല, ഞാൻ തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത്, ഞാൻ തന്നെയാണ് ജീവിക്കുന്നത്. സോ ഒരുത്തനെയും പൈസ മേടിച്ചു ഒരുത്തനെയും പോസിറ്റീവും പറയേണ്ട ആവശ്യമില്ല, നെഗറ്റീവും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്താ തോന്നുന്നത് അത് പറഞ്ഞിരിക്കും. സോ അത് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ ദ റിവ്യൂ. താങ്ക് യു.